അസ്സലാമു അലൈക്കും. അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോ പിസ്സ ആയിരുന്നു. അപ്പം പിസ്സൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും അതിൽ മാവ് കുറച്ച് അധികം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാവ് എന്തിനാണ് അധികം കുഴച്ച് വെച്ചതെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ആയിട്ട് കാണിച്ചു തരുന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും റമദാന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണി തീർത്തിട്ട് അടുക്കളയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കാരണം റമദാൻ എന്ന് പറയുന്നത് നമുക്ക് അടുക്കളയിൽ സ്പെൻഡ് ചെയ്യേണ്ട സമയമല്ല, നമുക്ക് ഇബാദത്ത് എടുക്കേണ്ട സമയമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങളുടെ പണി പെട്ടെന്ന് എളുപ്പമാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പമുള്ള പണിയാക്കി തരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പനീർ ബാർബിക്യൂ പിസ്സ, വെജിറ്റബിൾ പിസ്സ, പിന്നെ ബ്രെഡ് നാന് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇത് നമുക്ക് ഒരു മാസം വരെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ട് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഞാനിത് കവർ ചെയ്ത് വെച്ച മാവ് പുറത്തോട്ടേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു 5 ബോൾസ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. അത്യാവശ്യം വലുതാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് ചെറുതാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 6-7 രീതിയിൽ നമുക്കിത് കിട്ടും കേട്ടോ. ഇത് ബോൾസ് ആക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് പൊടി തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിക്കാണ് കേട്ടോ പരത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ രീതി എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ പരത്തി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഒന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതൊന്ന് വേവിക്കുന്ന സമയത്ത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിക്ക് ചെയ്യുന്നത്. ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കറക്റ്റ് ഷേപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് ഒരുപാട് നേരം വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ 2 സൈഡും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാറ്റി വെക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂട് തണയാൻ വേണ്ടിയിട്ട് ഞാൻ ടേബിൾ മേലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റൊട്ടി തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് പിസ്സക്ക് മാത്രമല്ല നമുക്ക് പലതിനും യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാർബിക്യൂ, അതായത് പനീർ ബാർബിക്യൂ പിസ്സ ആണ് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത്. പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം 250 ഗ്രാം പനീറാണ് ഇവിടെ എടുത്തത്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ബാർബിക്യൂ സോസ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് കുരുമുളക് ഇട്ടിട്ട് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പനീർ പെട്ടെന്ന് വെന്ത് വരും. പക്ഷേ ആ മുളകിൻ്റെ ഒരു കുത്തൽ മാറാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ്സ് അങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കി കാണിച്ചു തരാം. അപ്പോൾ ബ്രെഡെല്ലാം ശരിക്കും ചൂടെല്ലാം തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കം കഴിഞ്ഞ പിസ്സക്ക് കട്ട് ചെയ്ത് വെച്ച അതേ ക്യാപ്സിക്കം തന്നെയാണ് കേട്ടോ. ആ ഒരു 1/4 പകുതി തന്നെയാണിത്, അതിപ്പോഴും തീർന്നിട്ടില്ല. അതുപോലെ പിസ്സ സോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ് ആവും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രെഡിലോട്ടേക്ക് 2 ടീസ്പൂൺ പിസ്സ സോസ്, കട്ട് ചെയ്ത് വെച്ച കളർഫുൾ ക്യാപ്സിക്കം, അതിലോട്ടേക്ക് ഉള്ളി ഉണ്ടായിരുന്നു. പിന്നെ വേണ്ടത് ദിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലയാണ്. അതില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനുശേഷം മോസറല്ല ചീസ്. ഒരുപാട് ഇട്ട് കൊടുക്കൊന്നും വേണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. വിദേശ നാടുകളിലൊക്കെ ദിൽ എന്ന് പറഞ്ഞിട്ടുള്ള ലീവ്സ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ കിട്ടുന്നവർ അതിൽ കുറച്ച് അധികം ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് വരിക. നാട്ടിലുള്ളവർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അത് കുഴപ്പമില്ല കേട്ടോ. ഇനി ഒറിഗാനോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി പിസ്സ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കാനുള്ളതുകൊണ്ട് ശരിക്കും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് താഴെ അലൂമിനിയം ഫോയിലാണ് വെച്ചത്. നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നെ വാഴൻ്റെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വാഴൻ്റെ വെച്ച് വിചാരിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല. അപ്പം ഞാനൊന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ഇതേപോലെയുള്ളൊരു കവർ ഇല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്താൽ മതി. അതുമില്ലെങ്കിൽ ഐസ് ബാഗ് വാങ്ങാൻ കിട്ടും. ഐസ് ബാഗിൽ വെച്ചാൽ മതി. എയർ കടക്കാത്ത രീതിയിലായിരിക്കണം ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ കവർ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എയറെല്ലാം കിടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ആ രീതിക്ക് വേണം കേട്ടോ കവർ ചെയ്തെടുക്കാൻ. ഇനി നെക്സ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത് പനീർ ബാർബിക്യൂൻ്റെതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട് വീണ്ടും. അപ്പോൾ ഈ ഒരു സെയിം സ്റ്റൈലിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇതിൽ വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ ദിൽ എന്ന് പറഞ്ഞിട്ടുള്ള ലീവ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒരു വെജിറ്റബിൾസും ഇട്ടിട്ടില്ല. നേരത്തെ മസാല റെഡിയാക്കി വെച്ച പനീറിൻ്റെ കൂട്ട് മാത്രമാണ്. കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അതേപോലെ തന്നെ കവർ ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ഈ രണ്ടാമത്തതും നല്ല കറക്റ്റായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി അതിന് ശേഷം ബ്രെഡാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബ്രെഡ് പിസക്ക് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുക. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായ രോഗിണി നാന്, റോട്ടി, പിന്നെ ബട്ടർ നാന്, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കാം. ബീഫ് കറി, ചിക്കൻ കറി, പിന്നെ നമ്മുടെ കടലക്കറി എല്ലാത്തിൻ്റെ കൂടെ പൊള്ളി കോമ്പിനേഷനാണ് കേട്ടോ ഇത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സമൂസ ഒക്കെ ഉണ്ടാക്കുമ്പോൾ സമൂസൻ്റെ കൂട്ടെല്ലാം ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലിട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അതും നമ്മുടെ പിന്നെ തവയിൽ തന്നെ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് പല ഐറ്റംസും റെഡിയാക്കാൻ പറ്റും. പിസ്സക്ക് മാത്രമുള്ള ബ്രെഡല്ല കേട്ടോ ഇത്. അപ്പോൾ നല്ല വൃത്തിക്ക് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രീസറിലോട്ടേക്കാണ് എടുത്ത് വെക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ 1 മാസം വരെ കേടാവാതെ നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ. ഇങ്ങനെ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പ് സമയത്ത് പെട്ടെന്ന് പണി തീർത്തിട്ട് അടുക്കളയിൽ നിന്ന് കയറാൻ പറ്റും. ഇനി ഇത് നമുക്ക് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കാം, ബ്രെഡും പിസ്സ എല്ലാം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ അടുത്ത ദിവസമാണ് എടുത്തത്, അതായത് പനീറിൻ്റെ പിസ്സ ആണ് കേട്ടോ പുറത്തോട്ടേക്ക് എടുത്തത്. അത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴും പുറത്തോട്ടേക്ക് എടുത്തിട്ട് പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചൂടായി കിടക്കുന്ന തവയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓയിലോ ഒലിവ് ഓയിലോ ബട്ടറോ എന്തുണ്ടെങ്കിലും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. നോമ്പൊക്കെ തുറക്കാൻ നേരത്ത്, അതായത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുൻപേ നിങ്ങൾക്കിത് റെഡിയാക്കുകയാണെങ്കിൽ ചൂടോടെ കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു പനീറിൻ്റെത് സ്പെഷ്യലാണ് കേട്ടോ. മാഷാ അല്ലാ, ഒടുക്കത്തെ ഫ്ലേവർ ഇത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. പിസ്സൻ്റെയിൽ അധികം ചിക്കനും ബീഫൊക്കെ ആണ് ഇടാറ്. പനീർ ഞാൻ ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ മാഷാ അല്ലാ, അത് വേറെ ലെവലാണ് കേട്ടോ ഈ ഒരു ടേസ്റ്റ്. ഞാൻ അപ്പോഴും മനസ്സിൽ വിചാരിച്ചു, ഇനി വീട്ടിൽ ആര് വരികയാണെങ്കിലും ഇതെന്തായാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്തത് തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിളിൻ്റെ പിസ്സ ആണ്. അത് ഏകദേശം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ പുറത്തോട്ടേക്ക് എടുത്തിട്ടാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ തവയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ തണുപ്പ് പോകാനൊന്നും കാത്തു നിൽക്കുന്നൊന്നുമില്ല, സ്ട്രെയിറ്റ് തവയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് തന്നെ കണ്ടിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. നോമ്പിൻ്റെ മുൻപ് നിങ്ങളിതെല്ലാം റെഡിയാക്കിയിട്ട് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഇനിയും എൻ്റെ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ആയിരിക്കും. എല്ലാവരും വാച്ച് ചെയ്യണം. അപ്പോഴേ നമുക്ക് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവും കേട്ടോ.